നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എം സ്വരാജിനെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാക്കുമെന്ന വാഗ്ദാനവുമായി നിലമ്പൂരിൽ CPM. സ്വരാജിനെ വിജയിപ്പിച്ചാൽ പിണറായി മന്ത്രിസഭയിൽ മലപ്പുറത്തിന് ഒരു മന്ത്രിയെ കൂടി ലഭിക്കും. അതുകൊണ്ട് സ്വരാജിനെ വിജയിപ്പിക്കുക എന്ന പ്രചരണമാണ് ഇപ്പോൾ CPM ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ എടുക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചാൽ നിലമ്പൂരുകാർക്ക് എന്ത് കിട്ടും? പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ അവസാനത്തെ ബെഞ്ചിൽ ഒരു MLA കിട്ടും. എന്നാൽ എം സ്വരാജിനെ വിജയിപ്പിച്ചാൽ അവസാനത്തെ 10 മാസം അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമെന്നും നിലമ്പൂരിൻ്റെ അനവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് അതുവഴി തുടക്കമിടാൻ കഴിയുമെന്നുമാണ് CPM നേതൃത്വം ഇപ്പോൾ പ്രചരണത്തിന് അടിച്ചുവിട്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വരാജ് മന്ത്രിയാകുമെന്നുള്ള പ്രചരണവുമായാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ CPM മുന്നോട്ട് പോകുന്നത്. സ്വരാജിനെ തിരഞ്ഞെടുപ്പിന് നിർത്തിയത് വെറുതെയല്ല, വിജയിപ്പിച്ച് അദ്ദേഹത്തെ മന്ത്രിയാക്കാനാണ്. മാത്രമല്ല, എം സ്വരാജ് കേരളത്തിലെ CPMൻ്റെ പ്രധാന നേതൃമുഖങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി സ്ഥാനം വരെയും CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വരെയും ഒക്കെ എത്താനുള്ള കഴിവും കരുത്തും സ്വരാജിനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ സ്വരാജിനെ വിജയിപ്പിച്ചാൽ നിലമ്പൂരിന് വേണമെങ്കിൽ ഒരു വലിയൊരു നേതാവിനെ തന്നെ ഈ വിജയത്തോടെ സംഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് CPM നേതാക്കൾ അവിടെ പ്രചരിപ്പിക്കുന്നത്. സ്വരാജിനെ മന്ത്രിയാക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ CPM കേന്ദ്രങ്ങൾ അവരുടെ ഫേസ്ബുക്കുകൾ വഴിയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയുമൊക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ CPMൻ്റെ പ്രമുഖ നേതാക്കളാരും ഇതിനെക്കുറിച്ച് മനസ്സ് പറഞ്ഞിട്ടില്ലെങ്കിലും താഴെത്തട്ടിലുള്ള അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം നിയുക്ത മന്ത്രി എന്നുള്ള രീതിയിലുള്ള സ്വയം സ്വരാജിൻ്റെ പടം വച്ചുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. സ്വരാജിനെ മന്ത്രിയാക്കുമെന്നുള്ള പ്രചരണം വ്യാപകമായി അഴിച്ചുവിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണിത്രേ ഇപ്പോൾ CPM നിലമ്പൂരിൽ നടത്തുന്നത്. കാരണം PV അൻവർ ഉടക്കി നിൽക്കുന്നത് കൊണ്ട് അൻവറിൻ്റെ ആളുകളുടെ വോട്ടൊന്നും ആര്യാടൻ ഷൗക്കത്തിന് പോകില്ല. അപ്പോൾ CPMന് കിട്ടാവുന്നത്ര മാക്സിമം വോട്ട് CPM പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞ വോട്ടിനെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പാർട്ടി കരുതുന്നത്. അതുകൊണ്ട് അതിനുള്ള തന്ത്രം എന്നുള്ള നിലയിലാണ് എം സ്വരാജ് മന്ത്രിയാകും, അല്ലെങ്കിൽ എം സ്വരാജിനെ മന്ത്രിയാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കുന്നതും മത്സരിപ്പിക്കുന്നതും തുടങ്ങിയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ അടിച്ചുവിടുകയാണ്. ഇത്തരം പ്രചണ്ഡമായ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് ആ സീറ്റ് പിടിച്ച് CPMൻ്റെ തന്നെ ആക്കി നിലനിർത്തണമെന്നുള്ള വാശി ഇന്നു മുതൽ ഏതായാലും CPMനുണ്ട്. കാരണം അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി അയാളെ വീരചരമം അടയിപ്പിച്ച് CPM പതിയെ തലയൂരിയേനെ. കാരണം വിജയിക്കാൻ കഴിയില്ല എന്ന് CPMന് തന്നെ അറിയാമായിരുന്നു. എന്നാൽ അൻവർ UDFുമായി നിരന്തരം മുടക്കിയിരിക്കുകയും ഇതുവരെ യോജിക്കാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്താതിരിക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെതിരെ താനിപ്പോഴും നിലകൊള്ളൂ എന്നുള്ള ധ്വനി പുറത്ത് പരത്തുകയും ചെയ്യുമ്പോൾ CPMൻ്റെ മനസ്സിൽ, പിണറായി വിജയൻ്റെ മനസ്സിൽ ലഡുപൊട്ടുകയായിരുന്നു. അപ്പോഴാണ് അവർ സ്വരാജിനെ രംഗത്തിറക്കിയത്. സ്വരാജിനെ മന്ത്രിയാക്കുമെന്നുള്ള പ്രചരണം കൂടി ശക്തിയായി കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിനെ ഫലപ്രദമായി തടയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാ ഗ്രൂപ്പുകളിലുമെല്ലാം സ്വരാജ് നിയുക്ത മന്ത്രി എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങളാണ് അവർ അഴിച്ചുവിടുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CPMന് എവിടെയോ ഒരു വിജയപ്രതീക്ഷയുണ്ട്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ അത്ര പെട്ടെന്ന് മറികടക്കാൻ സാധ്യമല്ല. കോൺഗ്രസിന് ശക്തമായ വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് നിലമ്പൂർ. PV അൻവർ ആയതുകൊണ്ടാണ് 2 തവണയും ജയിച്ചു കയറി എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ സ്വരാജിന് ഈ ചക്കളത്തി പോരാട്ടത്തിനിടയിൽ, ഈ മൊത്തം കലങ്ങനിടയിൽ സ്വരാജിന് ജയിച്ചു കയറാം. ഈ കുളം കലക്കി മീൻ പിടിക്കുന്നത് പോലെ മൊത്തം കലക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ സ്വരാജ് ജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM. അതിന് ഉപോത്ബലകമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം മന്ത്രിയാകുമെന്നുള്ള പ്രചരണം വരെ CPM കേന്ദ്രങ്ങൾ അഴിച്ചുവിടുന്നത്.